കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങി റെഡിയായി വന്ന് നിൽക്കുകയാണ്. വീട്ടിൽ വെച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ സമയം ഒരുപാട് അങ്ങ് താമസിച്ചപ്പോഴും വീട്ടിൽ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ റോഡിൽ വന്ന് നിന്ന് കല്യാണ വീട്ടിൽ നിന്ന് വരുന്ന ബസ് കാത്ത് നിൽക്കുകയാണ്. ആ ബസ്സിൽ കയറി അങ്ങ് ഓഡിറ്റോറിയത്തിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ബസ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സമയം താമസിച്ചുകൊണ്ട് അങ്ങനെ വീട്ടിൽ വെച്ചുള്ള വീഡിയോ എടുപ്പൊന്നും നടന്നില്ല. അങ്ങനെ ബസ് വന്ന് ഞങ്ങളെല്ലാവരും കൂടെ ബസ്സിൽ കയറി അങ്ങനെ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. ഞങ്ങളെ വീട് കഴിഞ്ഞാണ് ഈ ഓഡിറ്റോറിയം. അന്നേരം അതിന് കുറേ മുമ്പാണ് ഈ ചെറുക്കൻ്റെ വീട്. അന്നേരം ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുകൂടെ ഈ ബസ് പോകുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അതിൽ കയറി അങ്ങ് ഓഡിറ്റോറിയത്തിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ബസ്സിൽ വന്ന് ഓഡിറ്റോറിയത്തിൽ വന്ന് ഇത് കൊല്ലത്തുള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ ഈ സ്ഥലമൊക്കെ അറിയാൻ പറ്റും. ഇത് കല്ലുവാതക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള എന്തുവാ പ്രകാശ് ഓഡിറ്റോറിയം എന്നുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും വന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴല്ല പോയപ്പം തൊട്ടേ ഇവർക്ക് പിന്നെ ഗെയിം കളിയേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും കൂടെ ധൃതി പിടിച്ച് അങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് എല്ലാവരും കൂടെ അങ്ങനെ ചെന്നിട്ട് പിന്നെ കല്യാണം തുടങ്ങുന്ന സമയമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ പിന്നെ ഓഡിറ്റോറിയത്തിൽ കയറി കല്യാണത്തിന് പോയി ഇരിക്കാനുള്ള ആ ഒരു ഇതിൽ എല്ലാവരെയും കാത്ത് അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അമ്മാമ്മ വീഡിയോ എടുക്കുന്നത് കണ്ട് അമ്മാമ്മ എങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പോസ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാനും കൂടെ ചെന്ന് അമ്മാമ്മയുടെ അവിടെ നിന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഓഡിറ്റോറിയത്തിൽ കയറി ഇരുന്ന് കല്യാണം തുടങ്ങുന്ന ഞങ്ങൾ ലാസ്റ്റാണ് ഇരുന്നപ്പോഴത്തേക്ക് നമുക്ക് കല്യാണമൊന്നും സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടെ വീഡിയോഗ്രാഫർമാരും എല്ലാവരും കൂടെ നിരന്ന് നിൽക്കും. അവരെ നോക്കിക്കൊണ്ടിരിക്കാം. അല്ലാതെ കല്യാണമൊന്നും പ്രത്യേകിച്ച് അവിടെ എന്താ നടക്കുന്നതെന്നൊന്നും അറിയാനൊന്നും വയ്യ. ഞങ്ങളതെല്ലാം കൂടെ നോക്കിക്കൊണ്ട് അവിടെ അങ്ങനെ ഇരുന്നു. അവിടെ വീഡിയോഗ്രാഫേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും എല്ലാവരും നിരന്ന് നിൽപ്പുണ്ട്. അതെല്ലാം നോക്കി ഞങ്ങൾ അവിടെ ഇരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലിറങ്ങി ഉണ്ണാനായിട്ട് സദ്യ കഴിക്കാമെന്നും വിചാരിച്ചാണ് എല്ലാവരും വെളിയിലിറങ്ങിയത്. കാരണം അപ്പോഴത്തേക്ക് തന്നെ ഒത്തിരി സമയമായി, വിശപ്പൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല തിരക്ക്, അവിടെ സദ്യ കഴിക്കുന്നിടത്ത് നല്ല തിരക്കായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് കുറച്ച് നേരം കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന് ഒരാൾ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് അങ്ങ് ഓടിക്കളഞ്ഞ്. എല്ലാവർക്കും ഇപ്പോൾ ഒളിച്ച് നിർത്തുകയാണ് ജോലി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്നു. രണ്ട് പ്രാവശ്യം ചെന്നിട്ട് സ്ഥലം കിട്ടിയില്ല ഉണ്ണാനായിട്ട്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കാര്യം പറഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെ നിന്ന്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ കാത്തു നിന്ന് ഇനിയിപ്പോൾ സ്ഥലം കിട്ടിയിട്ടേ ഞങ്ങൾ ഇരുന്നിട്ടേ ഞങ്ങൾ കഴിച്ചിട്ടേ പോകത്തോളെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ കാര്യം പറഞ്ഞ് അവിടെ നിന്ന്. ഒരാളാണെങ്കിൽ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ വലിച്ചു കെട്ടി ഇറക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഞങ്ങളെല്ലാവരും കൂടെ കയറിയിരുന്നു. അങ്ങനെ ഇരുന്ന് ഉണ്ണാനായിട്ടുള്ള പഴയ ആൾക്കാർ കഴിച്ചതിൻ്റെ ഇല അവിടെ ഇരിക്കുകയായിരുന്നു. അതിന് മുമ്പേ ഞങ്ങൾ കയറിയിരുന്നു. പിന്നെ അടുത്ത ഇലയൊക്കെ ഇട്ട് അങ്ങനെ ഇലയെല്ലാം ഇട്ട് സദ്യ വിളമ്പി. അവിയൽ, തോരൻ, പച്ചടി, കിച്ചടി, പപ്പടം അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം കൂടെ വിളമ്പി. പിന്നെ ചോറും ഒക്കെ ഇട്ട് പിന്നെ പരിപ്പ് കറിയും പപ്പടവും അങ്ങനെ ഇതൊക്കെ ആയിട്ട് സത്യം പറയാൻ നല്ല വിശപ്പായിരുന്നു. പക്ഷേ ഈ വിശപ്പായി കുഴഞ്ഞു നിന്നുകൊണ്ട് വലുതായിട്ട് കഴിക്കാൻ പിന്നെ പറ്റിയില്ല. വിശപ്പ് നല്ല രീതിയിൽ വിശപ്പായപ്പോഴത്തേക്ക് പിന്നെ ചോറ് കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ പായസവും പിന്നെ ബോളിയും അതെല്ലാം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ച് ഞങ്ങളങ്ങ് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കാരണം ഞങ്ങളെ വീട് പിന്നെയും കുറേ ദൂരെ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് നേരെ അങ്ങ് അവരുടെ വീട്ടിൽ പോയിട്ട് റിസപ്ഷനിലും കൂടെ ഒന്ന് പങ്കെടുത്തിഞ്ഞ് തിരിച്ചു വരാം. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേറെ ഡ്രസ്സ് മാറാനോ അങ്ങനെയൊന്നും ഞങ്ങൾ വീട്ടിലോട്ട് വന്നില്ല. നേരെ കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ നിന്ന് നേരെ അങ്ങ് ഈ ചെറുക്കൻ്റെ വീട്ടിലേക്ക് ഞങ്ങളങ്ങ് പോയി. അങ്ങനെ അവിടെ ചെന്നു.
അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ റിസപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നടക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ചെന്നു ഇരുന്നു, എല്ലാവരും കൂടെയൊക്കെ അവിടെ ഇരുന്ന്. പിന്നെ എവിടെ ചെന്നാലും ഇല്ല പറയുന്ന കണക്ക് ഇങ്ങനൊരു വട്ടമേശ സമ്മേളനം ഉണ്ടല്ലോ, എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഇതിനൊക്കെയാണല്ലേ സത്യം പറഞ്ഞാൽ കല്യാണത്തിന് പോകുന്നത് തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലേ. അങ്ങനെ ഇരുന്ന് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരെയൊക്കെ കണ്ട് അത് കഴിഞ്ഞ് പിന്നെ അവിടെയും പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഇതായി. ഫുഡ് കഴിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിൽ വരാൻ, പിന്നെ കൂടുതൽ ഞങ്ങൾക്ക് ഇനി ദൂരെ വരുന്നതുകൊണ്ട് നേരെ ഇരുട്ടുന്നതിന് മുമ്പ് തിരിക്കുക എന്നുള്ള ഒരു പ്ലാനിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും ചെന്ന്. പിന്നെ രാവിലെ തൊട്ടിറങ്ങി ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് നേരെ അങ്ങ് പോയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു ക്ഷീണം ആയായിരുന്നു. അതുകൊണ്ട് പിന്നെ വലുതായിട്ട് ഞാൻ പിന്നെ ഈ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചത്, പിന്നെ വേറൊന്നും വാങ്ങിച്ചില്ല. വലുതായിട്ട് അങ്ങനെ കഴിക്കണമെന്നുള്ള ആ ഒരു ഇതൊന്നും തോന്നിയില്ല. ഒരു ക്ഷീണം കണക്ക് എനിക്കങ്ങനെ കൂടുതൽ ഇങ്ങനെ പെട്ടെന്ന് പിന്നെ ഇല്ല ടയേർഡാകുന്ന കണക്കുള്ള ആ ഒരു ഇത്. അങ്ങനെ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ കുട്ടികളാണെങ്കിൽ പൊറോട്ടയും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കുട്ടികൾ കഴിച്ചത്. ഞാൻ പിന്നെ ഇത് കഴിച്ച്. പിന്നെ അവിടെ പോപ്കോണൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും പക്ഷേ കഴിക്കണമെന്ന് തോന്നിയില്ല. പിന്നെ ജ്യൂസും നാരങ്ങ വെള്ളം അങ്ങനെയുള്ള അതൊന്നും കഴിച്ചില്ല. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീമിനോട് കഴിക്കണമെന്ന് തോന്നിയില്ല, എന്നാലും പിന്നെയും ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. അത് വാനിലയുടെ ഫ്ലേവറായിരുന്നു, അത് വാങ്ങിച്ച് അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് പിന്നെ ചെറുക്കനും പെണ്ണും ഒക്കെ അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പെണ്ണ് സിമ്പിളായിട്ടുള്ളൊരു ലുക്കായിരുന്നു, അത് കാണാൻ നല്ല രസവും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും അവിടെ കയറി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പിന്നെ അവിടെ കുറച്ച് സമയം കൂടെ ഒന്ന് ഇരുന്നിട്ട് ഞങ്ങൾ നേരെ ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലേക്ക് വരാമെന്നും വിചാരിച്ച് ഞങ്ങളെല്ലാം അവിടെ നിന്ന് തിരിച്ചു പോയിരുന്നു. അപ്പോഴിത്രയേ ഉള്ളൂ, ഈ കല്യാണ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത കല്യാണം വരുമ്പോഴത്തേക്ക് ആ വിശേഷങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, സീ യു.